ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ക്യൂട്ടായിട്ടുള്ളൊരു ബനാന ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് 2 കളറിലുള്ള പേപ്പറാണ് വേണ്ടത്. ലൈറ്റ് യെല്ലോയും ഡാർക്ക് യെല്ലോയും 15 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ ഈ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 2 പേപ്പറുകളും ഒരേ രീതിയിലാണ് മടക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് അത് കോർണർ ടു കോർണർ ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം അത് ഈക്വൽ ഹാഫായിട്ട് 2 സൈഡിൽ നിന്നും ഒരേപോലെ മടക്കിയെടുക്കാം. ഇനി 2 സൈഡുകളും ഉള്ളിലേക്കാക്കി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും കിട്ടുക. അതിനുശേഷം അതിൻ്റെ 2 സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ട് മടക്കി കൊടുക്കാം. ഇനി നമ്മളിപ്പോൾ മടക്കിയ ഭാഗത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഉള്ളിലേക്കായിട്ട് മടക്കിയെടുക്കാം. 2 സൈഡും ഒരേപോലെ തന്നെ ചെയ്തെടുക്കുക. ഫ്രണ്ട് പോർഷൻ ചെയ്ത് കഴിയുമ്പോൾ ബാക്ക് സൈഡും ഇതേ രീതിയിൽ തന്നെ മടക്കിയെടുക്കാം. ഇങ്ങനെയായിരിക്കും നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇതേ രീതിയിൽ തന്നെ അടുത്ത പേപ്പറും മടക്കിയെടുക്കാം. ഇനി അതിൽ നിന്ന് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ലൈറ്റ് യെല്ലോ കളറിലുള്ള പേപ്പർ എടുക്കുക. എന്നിട്ട് മടക്കിയ ഭാഗമല്ലാത്ത അതിൻ്റെ സൈഡ് ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന മാതിരി ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ക്യൂട്ടായിട്ടുള്ളൊരു ബനാനയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ കണ്ണുകൾ വരച്ചു കൊടുക്കുക. അങ്ങനെ ഫേസ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് പഫി ആയിട്ട് ഇരിക്കുന്നതിനായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുത്ത് ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതേപോലെ എക്സ്ട്രാ പുറത്തേക്ക് വന്നിരിക്കുന്ന പേപ്പർ ഉള്ളിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ ഹാഫ് പോർഷൻ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പകുതി മടക്കി വെച്ചിരിക്കുന്ന ഡാർക്ക് യെല്ലോ കളർ പേപ്പർ എടുക്കുക. അതിൻ്റെ എക്സ്ട്രാ പുറത്തേക്ക് വന്നിരിക്കുന്ന ഭാഗങ്ങൾ സൈഡിലേക്കാക്കി ഇതേ രീതിയിൽ മടക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഹാഫ് പോർഷൻ ഫില്ല് ചെയ്തെടുക്കാം. ഇത് രണ്ടും നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഭാഗം ഇതിനുള്ളിലേക്ക് നന്നായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഒരു ബ്ലാക്ക് കളർ സ്കെച്ച് പെൻ ഉപയോഗിച്ച് ഡാർക്ക് കളർ പേപ്പറിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇതേ രീതിയിലൊന്ന് കളർ ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ബനാന? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.